എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ. ഞാൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ്. ഇപ്പോൾ ഏത് വീട്ടിൽ നമ്മൾ ചെന്നാലും ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഉള്ള ഒരു കോമോർബിഡിറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. അതാണ് ഹൈപ്പർ ടെൻഷൻ. ഇന്ന് ഹൈപ്പർ ടെൻഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഹൈപ്പർ ടെൻഷൻ, എന്താണ് ഹൈപ്പർ ടെൻഷൻ്റെ ക്ലാസിഫിക്കേഷൻ, എന്ത് രീതിയിലുള്ള ബി പി ആണ് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത്, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, പിന്നെ എന്തൊക്കെയാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷനുള്ള കാരണങ്ങൾ, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ഡയറ്റിലും നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിച്ച് നിർത്താനായിട്ട്. ഇതൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന് നമുക്ക് നോക്കാം. ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർട്ടീരിയൽ വോൾസിലുള്ള ബ്ലഡിൻ്റെ ഫോഴ്സ് കൂടുതലായ ഒരവസ്ഥയാണ് നമ്മൾ ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊരു സൈലൻറ്റ് കില്ലറാണ്. കാരണം ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു ബി പി എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബി പി ലെസ് ദാൻ 120, ഡയസ്റ്റോളിക് ബി പി ലെസ് ദാൻ 80. അതായത് ലെസ് ദാൻ 120/80 ആണ് ഒരു നോർമലായിട്ടുള്ള ബി പി എന്ന് പറയുന്നത്. പക്ഷേ 120 സിസ്റ്റോളിക് 120 അല്ലെങ്കിൽ ഡയസ്റ്റോളിക് 80നേക്കാൾ കൂടുതലുള്ള ബി പി എല്ലാം എലവേറ്റഡ് ബി പി ആണ്. അത് മോർ ദാൻ 180/120 ഒക്കെ ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർ ടെൻസീവ് ക്രൈസിസ് എന്ന് വിളിക്കുന്നതാണ്. അതായത് അങ്ങനത്തെ ഒരു ബി പി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ബാക്കി പല കോംപ്ലിക്കേഷൻസും ബാക്കി പല ഓർഗൻ ഇഞ്ചുറിക്കും കാരണമാകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇനി നമുക്കതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിലേക്ക് വരാം. എന്തൊക്കെയാണ് നോൺ മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് മാറ്റാൻ കഴിയാത്ത റിസ്ക് ഫാക്ടറുകൾ? ഏജ് ഒരു പ്രധാന കാരണമാണ്. കാരണം നമ്മൾക്ക് ഏജ് കൂടാൻ നേരത്ത് നമ്മുടെ ആർട്ടറീസൊക്കെ സ്റ്റിഫ് ആവുകയും ഹാർട്ട് പമ്പ് ചെയ്യുന്ന പൾസേറ്റൽ ബ്ലഡ് എന്ന് പറയുന്നത് ആർട്ടറിക്ക് പ്രോപ്പറായിട്ട് വികസിച്ച് അത് ഉൾക്കൊള്ളാനുള്ള ഇല്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ ഹാർട്ടിന് ഓവർലോഡ് വരുന്ന ഒരവസ്ഥയാണ് അത്. അപ്പോൾ ഏജ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്തൊരു റിസ്ക് ഫാക്ടറാണ്, നമുക്ക് മാറ്റാൻ കഴിയാത്തൊരു റിസ്ക് ഫാക്ടറാണ്. ഏജ് കൂടുമ്പോൾ ബി പിയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജനറ്റിക്സ്, നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ ഫാമിലിയിലോ ഹെറിഡിറ്ററി ആയിട്ട് ഹൈപ്പർ ടെൻഷൻ എന്ന രോഗമുണ്ടെങ്കിൽ അത് മക്കളിലേക്കും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സിലേക്ക് വരാൻ തന്നെ നമുക്ക് മാറ്റാൻ കഴിയുന്ന റിസ്ക് ഫാക്ടേഴ്സിന് ഒന്നാമത്തെ കാര്യം ഡയറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ കേരളീയരുടെ ഡയറ്റിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ ഒട്ടും പ്രോട്ടീൻ ഇല്ലാത്ത ഭക്ഷണം, ഒരുപാട് ഫാസ്റ്റ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, ഒരുപാട് സോൾട്ടൊക്കെ ഇട്ട, ഒരുപാട് മസാല, സോൾട്ട്, സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതുതന്നെയാണ് ഒരു ഹൈപ്പർ ടെൻഷനുള്ള പ്രധാനമായിട്ടുള്ള കാരണവും. ഒരുപാട് വറുത്തതും പൊരിച്ചതും ഉപ്പ് കൂടുതലും മസാല കൂടുതലുമുള്ള ഭക്ഷണം ഹൈപ്പർ ടെൻഷനിലേക്ക് വഴിയൊരുക്കുന്നു. രണ്ടാമത്തെ കാരണം എന്ന് പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഇനാക്ടിവിറ്റിയാണ്. ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് രണ്ടാമത്തെ കാരണം. നമ്മൾ ഒരു തരത്തിലുള്ള വ്യായാമം ചെയ്യുന്നില്ല, ഒന്ന് നടക്കാൻ പോലും മടിയുള്ള ആളുകളാണ് നമ്മൾ. മൂന്നാമത്തെ കാര്യം ഒബേസിറ്റി, അമിതഭാരം എന്നുള്ളത്. ഒരുപാട് നല്ല രീതിയിലുള്ള കൊളസ്ട്രോളും ഒരുപാട് പ്രോസസ്ഡ് ഫുഡും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് അമിതഭാരമുള്ളവരിലും ഹൈപ്പർ ടെൻഷൻ കണ്ടുവരുന്നു. പിന്നെ അടുത്ത കാര്യം എന്നുള്ളത് നമ്മുടെ ബാഡ് ഹാബിറ്റ്സാണ്. ആൽക്കഹോൾ അല്ലെങ്കിൽ ടുബാക്കോ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹൈപ്പർ ടെൻഷന് വലിയൊരു കാരണമാകുന്നു. ഇനി സ്ട്രെസ്സ്, ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സ്, അത് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ജോലി സ്ഥലത്തുള്ള സ്ട്രെസ്സ് നമ്മൾ ഇറക്കി വയ്ക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലിയിലും നമുക്ക് ഒരു സമാധാനമില്ല, ജോലി സ്ഥലത്തും സമാധാനമില്ല. ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ലെവൽസും ഹൈപ്പർ ടെൻഷന് കാരണമായിട്ട് മാറുന്നുണ്ട്. അതുപോലെ തന്നെ പൂവർ സ്ലീപ്പ് പാറ്റേൺസ്, സ്ട്രെസ്സ് കൂടി നമുക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ, ഇൻസോംനിയ പോലുള്ള അവസ്ഥകളും ഹൈപ്പർ ടെൻഷന് കാരണമായി മാറാറുണ്ട്. ഇനി അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് വരാൻ നേരത്ത് ഒന്നാമത് നമ്മൾ ഓരോ ഓർഗൻ സിസ്റ്റമായിട്ട് നമ്മൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് വരാൻ നേരത്ത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലെ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒരുപാട് സ്ട്രെസ്സ്, അല്ലെങ്കിൽ സ്മോക്കിംഗ്, അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസപ്ഷൻ, അല്ലെങ്കിൽ ഒരുപാട് സോൾട്ട് ആയിട്ടുള്ള ഡയറ്റ്, ഇതൊക്കെ കാരണം നമ്മുടെ ബോഡിയിലുള്ള സിമ്പത്തറ്റിക് ഓവർ ആക്ടിവിറ്റി നടക്കാൻ കാരണമുണ്ട്. നമ്മുടെ ഹാർട്ട് റേറ്റും ബി പിയും കൂടി, അതുപോലെ തന്നെ വാസോ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹാർട്ടിലുള്ള ഓവർലോഡ് ഹാർട്ട് അറ്റാക്കിലേക്കും ഹാർട്ട് ഫെയിലിയറിലേക്കും
ഒക്കെ നയിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം ആയിട്ട് പറയാനുള്ളത് ബ്രെയിനിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ബ്രെയിന് സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ബ്ലഡിൻ്റെ ഫോഴ്സ് കൂടുമ്പോൾ, ആർട്ടറിയിലുള്ള ഫോഴ്സ് കൂടുമ്പോൾ ആർട്ടറി റപ്ചറായി ഹെമറേജ് പോലുള്ള അവസ്ഥകൾ തലയിലുണ്ടാവാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്ട്രോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. BP കൂടി ഇതേ അവസ്ഥ കിഡ്നിയിലുണ്ടാകുമ്പോൾ കിഡ്നിയെ അഫക്റ്റ് ചെയ്തിട്ട് കിഡ്നി ഫെയിലിയറിലേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇതേ ആർട്ടറിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കണ്ണിലുണ്ടാകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹൈപ്പർടെൻസീവ് റെറ്റിനോപ്പതി എന്ന് നമ്മൾ വിളിക്കും. ഹൈപ്പർടെൻസീവ് ന്യൂറോപ്പതി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അതായത് നമുക്ക് ചെറുതായിട്ട് സെൻസറി ലോസ്, അതായത് നമുക്ക് സെൻസേഷൻ, നമ്മുടെ കൈകാലുകളിലുള്ള സെൻസേഷനൊക്കെ വളരെ കുറഞ്ഞു വരുന്ന, അല്ലെങ്കിൽ നംനെസ് പോലെയുള്ള അവസ്ഥകൾ നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഹൈപ്പർടെൻസീവ് നെഫ്രോപ്പതിയുടെ കാര്യം ഞാൻ പറഞ്ഞു, കിഡ്നി അഫക്റ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് പ്രൈമറി ഹൈപ്പർടെൻഷനെ കുറിച്ചാണ്. ഇതും പല ജനറ്റിക് ഫാക്ടേഴ്സും എൻവറോൺമെൻറ്റൽ ഫാക്ടേഴ്സും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൊണ്ട് ഉണ്ടാകുന്ന ഹൈപ്പർ ടെൻഷനെയാണ് നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു ഹൈപ്പർ ടെൻഷനാണ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ചെറിയ പ്രായത്തിലെ ഒരു 30 വയസ്സിലെ അല്ലെങ്കിൽ 25 വയസ്സിലെ 30 വയസ്സിലെ കാണുന്ന ഹൈപ്പർ ടെൻഷനെയാണ് നമ്മൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ മറ്റു പലതാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഓൾറെഡി രോഗിക്ക് റീനൽ ആർട്ടറി സ്റ്റീനോസിസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഹൈപ്പർ ടെൻഷന് കാരണമായേക്കാവുന്ന ഒന്നാണ്. കിഡ്നിക്ക് പ്രശ്നമുള്ളതുകൊണ്ട് റീനൽ ആർട്ടറിയുടെ സ്റ്റീനോസിസ് കാരണം ഹാർട്ടിന് ഒരുപാട് ഓവർലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി. അത് സ്ട്രക്ചറലായിട്ടുള്ള റീമോഡലിങ്ങിന് വഴിവെക്കുകയും ഹൈപ്പർ ടെൻഷന് കാരണമാവുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഹോർമോണൽ ചേഞ്ചസ് ആണ്. അപ്പോൾ കുഷിംഗ് സിൻഡ്രോം പോലുള്ള ഒരുപാട് കോർട്ടിസോൾ ലെവൽസ് കൂടി കുഷിംഗ് സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നവർക്ക്, സ്റ്റീറോയിഡ് മരുന്ന് കഴിക്കുന്നവർക്കാണ്, അതുപോലെ തന്നെ ജിമ്മിൽ പോയി സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുന്നവർക്ക്, ഇവർക്കൊക്കെയാണ് ഈ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഹോർമോണൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, കുഷിംഗ് സിൻഡ്രോം പോലുള്ള അവസ്ഥകൾ വന്നിട്ടുണ്ടെങ്കിൽ അതും ഹൈപ്പർ ടെൻഷന് കാരണമാവാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തുള്ളത് നമ്മുടെ അഡ്രിനൽ ഗ്രന്ഥിയിലുള്ള ട്യൂമേഴ്സ്, അതും ഹൈപ്പർ ടെൻഷന് കാരണമാക്കാവുന്ന ഒന്നാണ്. അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസോർഡേഴ്സ്, ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ള അവസ്ഥയും ഹൈപ്പർ ടെൻഷന് കാരണമാക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരവസ്ഥയാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. ഈ ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്ന ആളുകൾ, ഇത് ഗ്രാജുവലായിട്ട് കൂർക്കം വലിക്കുന്ന ആൾക്കാരിൽ ഗ്രാജുവലായിട്ട് ഹാർട്ടിൽ പല ചേഞ്ചസും നമ്മൾ കാണുന്നുണ്ട്. അതായത് നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ പ്രഷർ കൂടുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അങ്ങനെ ഹാർട്ടിൽ ഓവർലോഡായി ഹാർട്ടിലെ പല ചേമ്പേഴ്സും ഹൈപ്പർട്രോഫി ആയതിനു ശേഷം അതും ഒരു സ്ട്രക്ചറൽ റീമോഡലിംഗ് വഴി ഹൈപ്പർ ടെൻഷന് കാരണമാക്കുന്നു. അതുപോലെ തന്നെ പല മരുന്നുകൾ എടുക്കുന്ന ആൾക്കാർ, ഒരുപാട് NSAIDs, പെയിൻ കില്ലേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവർ, അല്ലെങ്കിൽ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നവർ, അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ ഉള്ളവർ, കൊക്കെയിൻ, ആംഫിറ്റമിൻ പോലുള്ള ഡ്രഗ് ഇൻടോക്സിക്കേറ്റ് ചെയ്യുന്നവരിലും ഹൈപ്പർ ടെൻഷൻ കാണുന്നുണ്ട്. അപ്പോൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷനിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 30 വയസ്സിൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പല മരുന്നുകൾ എടുത്തിട്ടും ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ അവർക്ക് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളാലാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ അസുഖങ്ങളുടെ സിംറ്റംസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് എന്തൊക്കെയാണ് ഹൈപ്പർ ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു മോഡിഫയബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് മാത്രമാണ് നമുക്ക് മാറ്റാൻ സാധിക്കുക. അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ഡാഷ് ഡയറ്റ് ഫോളോ ചെയ്യാം. അതായത് ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും. അപ്പോൾ അതിൽ ഉൾപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരുപാട് കഴിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ഹോൾ ഗ്രെയിൻസ് നമ്മൾ കഴിക്കുക. അതുപോലെ തന്നെ ലോ ഫാറ്റ് ആയിട്ടുള്ള ഡയറി പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. അതുപോലെ ലീൻ പ്രോട്ടീൻസ് കഴിക്കുക. ഫിഷ്, അതുപോലെ തന്നെ ഫിഷ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ലെജ്യൂംസ് പോലുള്ള, പിന്നെ നട്ട്സും സീഡ്സും നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താത്തത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. റെഡ് മീറ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ആഡഡ് ഷുഗർ ഉള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്ലേറ്റ്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷുഗർ സ്പൈക്ക് ഉണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ മുകളിൽ പറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചുകൊണ്ട് ഹൈപ്പർ ടെൻഷൻ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ഉപ്പ് നമ്മുടെ ഭക്ഷണത്തിൽ കുറയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവേണ്ടതാണ്. ലെസ് ദാൻ 1500 milligram per day ഒരു അഡൾട്ട് ടാർഗറ്റായിട്ട് വച്ചുകൊണ്ട് സോൾട്ട് നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക.
അതുപോലെ തന്നെ ഒരു 30 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും ഒരു മോഡറേറ്റ് ലെവൽ എയ്റോബിക് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് നമുക്ക് വാക്കിങ്ങോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ അല്ലെങ്കിൽ സ്വിമ്മിങ്ങോ എന്താണെന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവുന്നത് വളരെ ഗുണപ്രദമാണ്. അതുപോലെ തന്നെ അമിതഭാരമുള്ളവർ വെയിറ്റ് കുറച്ചാൽ തന്നെ, ചെറിയൊരു രീതിയിൽ വെയിറ്റ് കുറച്ചാൽ തന്നെ വളരെയധികം വ്യത്യാസം നമ്മുടെ ബോഡിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഹൈപ്പർ ടെൻഷനായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പലതരത്തിലുള്ള മരുന്നുകൾ കുറിച്ച് തരും ബി പി കൺട്രോൾ ചെയ്യാനായിട്ട്. അത് പിന്നെയും ഫോളോ അപ്പ് ചെയ്ത് ഓരോ തവണത്തെ ബി പി നോക്കി അത് മോഡിഫൈ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമുക്കുള്ളത്. ആദ്യം തന്നെ ഡോക്ടർ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും ഡയറ്റ് ചേഞ്ചസൊക്കെ പറഞ്ഞ് ഒരു ചെറിയ രീതിയിലുള്ള മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ഫോളോ അപ്പിന് വരാൻ പറയുന്നതാണ്. അടുത്ത ഫോളോ അപ്പിൽ വരുമ്പോൾ ബി പി എങ്ങനെയാണെന്ന് നോക്കി കൺട്രോൾഡ് ആണെങ്കിൽ അതിനനുസരിച്ച് മരുന്ന് മോഡിഫൈ ചെയ്യും. കൺട്രോൾഡ് അല്ലെങ്കിൽ കൂടുതൽ മരുന്നുകൾ ആഡ് ചെയ്തുള്ള ഒരു പ്രോട്ടോക്കോളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആണെങ്കിൽ അത് ഡയഗ്നോസിസ് പല കാരണങ്ങളും ഞാൻ പറഞ്ഞു. അത് ഡയഗ്നോസ് ചെയ്യാനുള്ള ടെസ്റ്റുകൾ നമ്മൾ നടത്തുന്നതാണ്. അതായത് ഇപ്പോൾ കിഡ്നി പ്രശ്നങ്ങളാണെങ്കിൽ നമ്മളൊരു കിഡ്നിയുടെ ടെസ്റ്റുകൾ, നമ്മൾ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്തു നോക്കാറുണ്ട്. അതുപോലെ എന്തെങ്കിലും ട്യൂമറുകൾ കാരണം, അഡ്രിനൽ ഗ്രന്ഥി ട്യൂമറുകൾ കാരണമാണെങ്കിൽ അതിനൊരു CTO MRI അബ്ഡമനൊക്കെ ചെയ്തിട്ട് നമ്മൾ ഡയഗ്നോസിസിലേക്ക്, നിർണ്ണയത്തിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാറുണ്ട്. സോ ഇതൊക്കെയാണ് ഹൈപ്പർ ടെൻഷനെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സോ മാക്സിമം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും എക്സസൈസും ഡയറ്റും കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് നിർത്താവുന്ന ഒന്ന് തന്നെയാണ് ഹൈപ്പർ ടെൻഷൻ. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തൊട്ട് എല്ലാ ദിവസവും 30 മിനിറ്റെങ്കിലും വർക്കൗട്ട് ചെയ്ത് ഡയറ്റിൽ നല്ല ചേഞ്ചസ് വരുത്തി എല്ലാ ദിവസവും നമ്മൾ ചീറ്റ് ചെയ്യുന്നതിന് പകരം ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കലോ ചീറ്റ് ചെയ്തുകൊണ്ട്, നമ്മുടെ ചീറ്റ് മീൽ കഴിച്ചുകൊണ്ട് ബാക്കി എല്ലാ ദിവസവും നല്ലൊരു ഡാഷ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് BP നിയന്ത്രിച്ച് നിർത്താൻ ശ്രമിക്കുക. പിന്നെ ആ ഒരു 2 ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമ്മൾ ചീറ്റ് ചെയ്യാൻ പോകുന്ന ദിവസം നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം എന്നുള്ളൊരു ഫീലിംഗ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റും വേറെയായിരിക്കും. എല്ലാ ദിവസവും കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവണമെന്നില്ല. അത് ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിലൂടെ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിച്ച് നിർത്താൻ മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായി എന്തെങ്കിലും അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല ഇൻഫർമേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.